ഇത് വിദേശത്തായിരുന്നൊരു ഡോക്ടർ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച നല്ല ലക്ഷറി സെറ്റപ്പിൽ നിർമ്മിച്ചൊരു വീടാണിത്. കാരണം ഇതിൻ്റെ അകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സെറ്റപ്പ്. കാരണം അത്രയും ക്വാളിറ്റിയാണ് നിർമ്മിച്ചത്. അപ്പോൾ ഈ വീടിൻ്റെ ലുക്ക് ഉണ്ടല്ലേ, ഈ വീടിൻ്റെ ലുക്കിന് ലൈക്ക് അടിച്ചേ. ആരും ഈ വീടിനൊന്ന് ലൈക്ക് അടിക്കാണ്ടിരിക്കരുത്. അത്രയും നല്ല വീടാണ്. ഇഷ്ടംപോലെ സ്ഥലം, മാവ്, പ്ലാവ്, തെങ്ങ്, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. നിങ്ങൾ ഈ വീടിൻ്റെ അകത്തോട്ട് കയറി കണ്ടോട്ടെ, നിങ്ങൾക്ക് വേറൊരു വൈബായിരിക്കുള്ളൂ. കാരണം അത്രയും നല്ല, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെയും അത്രയും ശ്രദ്ധിച്ച് പണിതേക്കുന്ന ഒരു വീട്. എല്ലാവരും ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ വീടൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഒരു അസറ്റായിരിക്കും. കാരണം അത്രയും തടിപ്പണിയൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കാണാനുണ്ടത് ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി. അത്രയും സെറ്റപ്പിലാണ്. ഫ്രണ്ടിൽ തന്നെ റോഡാണ്, വലിയ റോഡ്. ഇതുണ്ട, ഞാൻ ഫസ്റ്റ് ഇതൊരു ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതുണ്ട, ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഓഫീസ് റൂമിന് ഉദ്ദേശിച്ച്, കാരണം ഡോക്ടറായിരുന്നല്ലോ, അപ്പോൾ എന്തായാലും കൺസൾട്ടിങ്ങിൻ്റെ പരിപാടിക്കൊക്കെ വേണ്ടി സെറ്റ് ചെയ്യണം. അതിൻ്റെ തടി സൈഡൊക്കെ ഉണ്ട്, തടിയാണ് ചെയ്തേക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഡോറ്. മെയിൻ ഡോറ് വഴി നമുക്ക് കയറുമ്പോൾ ഉള്ളൊരു ലുക്കാണ്ടേക്കാണ്. എൻ്റെ ഒരു ബാൽക്കണി പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഹാളിൽ നിന്നുള്ളൊരു വ്യൂ താഴത്തോട്ട്. നമുക്കിപ്പോൾ അവിടെ ഒന്ന് വേണമെങ്കിൽ ആരോടെങ്കിലും വർത്തമാനം പറയണമെങ്കിൽ പറയാം. ഇപ്പുറത്ത് നിങ്ങളുടെ ഗ്രാൻഡ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയ ഒന്ന് നോക്കിക്കോട്ടെ. കണ്ട, ആ സെറ്റിൻ്റെയൊക്കെ ഹൈറ്റിൽ കംപ്ലീറ്റ് തേക്ക് പാനൽ ചെയ്തേക്കാണ്. അതുപോലെ തന്നെ സീലിങ്ങും കണ്ട, സീലിങ്ങിൻ്റെ വർക്ക് കണ്ട, കംപ്ലീറ്റ് തടിയാണ്. ഇഷ്ടം പോലെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കിയേക്കണ ഒരു വീട് കണ്ട. ഞാൻ പറഞ്ഞു, വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റോയൽ ലുക്കിൽ പണിതൊരു വീടാണ്. ഇനിയും വേണ്ട ഒരുപാട് ഇതിൻ്റെ സ്റ്റെയർ കേസൊക്കെ കംപ്ലീറ്റ് തടിയാണ്. ഞാൻ നിങ്ങളുടെ ലിവിങ് ഏരിയ പുറന്ന് ഗസ്റ്റൊക്കെ ഒന്ന് വരുമ്പോൾ നമുക്കിരുന്ന് സംസാരിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഇവിടെയാണ്. എല്ലാം സെപ്പറേറ്റ് ആണ്. ഇനി ഹാളിൻ്റെ വലിപ്പം നോക്കി നിങ്ങൾ. ഇതാണ് ഈ വീടിൻ്റെ ഹാള് വരുന്നത്. പിന്നെ സ്റ്റെയർ കേസൊക്കെ കണ്ട, ആർച്ച് തടിയിലാണ് പണിതേക്കണം. ഇത് കബോർഡൊക്കെ നോക്കി കണ്ട, എല്ലാം തടിപ്പണിത്. TV യൂണിറ്റ് എല്ലാം അത്രയും ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തൊരു വീട്. നിങ്ങളെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരണം. കാരണം നിങ്ങളിത് കാണണം, കാണാനുണ്ട്. കാരണം അതേ കൂടെ സെറ്റപ്പിലാണ്. നിങ്ങളിപ്പോൾ ഒരു വീട് വാങ്ങിച്ചാൽ ഇതേ കൂടത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് സെറ്റ് ചെയ്യാൻ പറ്റും. റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കി, ഒന്നും ചെറിയൊരു സെറ്റപ്പൊന്നുമല്ല. എല്ലാം വലിയ റൂം, AC കാര്യങ്ങൾ, എല്ലാ സെറ്റപ്പും. പിന്നെ ഇങ്ങനത്തെ വീട്ടിൽ AC കാര്യമൊന്നും പറഞ്ഞില്ല. ഇതൊന്നുമല്ല ഇതിൻ്റെ പ്രത്യേകത. ഇനി ചെല്ലുമെന്ന് കാണുന്ന പ്രത്യേകത കണ്ട, എല്ലാ റൂമിനും ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട, എല്ലാ റൂമിനും ഉണ്ട്. അതും തടിയിൽ കണ്ട, എന്തോരം വർക്കാണെന്ന് നോക്കി. ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു ക്യാബിൻ പോലെ കൊടുത്തിട്ടുണ്ട് കണ്ട. അവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അതിൻ്റെ ബാത്റൂം കണ്ട. അങ്ങനെ എല്ലാ സെറ്റപ്പിലും കൂടി ചെയ്തു വെച്ചേക്കണ ഒരു വീടാണ്. ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം പുതിയതാക്കട്ടെ. അതിനുള്ള സെറ്റപ്പൊക്കെ വേണമെങ്കിൽ ചെയ്തു തരും. കാരണം എല്ലാവർക്കും അതൊരു ഇതായിരിക്കുള്ളൂ. അപ്പോൾ ബാത്റൂമിൻ്റെയൊക്കെ ടൈലും ഫിറ്റിങ്സൊക്കെ മാറ്റി പുതിയതാക്കി തരണമെങ്കിൽ വീട് വീണ്ടും പഴയത് കൂട്ടിൻ്റെ പുത്തൻ വീടായി. ഇത് രണ്ടാമത്തെ ബെഡ്റൂം, താഴത്തെ ഫ്ലോറിലുള്ള ബെഡ്റൂമുകളാണ്ട് കാണും. ഇനിയും കാണാനുണ്ട്. റൂമിൻ്റെ വലിപ്പം ഇതൊക്കെ ഒന്നും ഉപയോഗിക്കണില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആകെ 2 പേരേ ഉള്ളൂ. അതിൻ്റെ ഡ്രസ്സിങ് റൂം കണ്ട, എല്ലാത്തിലും വലിയ കബോർഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മിറർ, ടേബിള്, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാത്റൂമൊക്കെ നല്ല ഗ്രാൻഡാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേണമെങ്കിൽ അതിൻ്റെ ക്ലോസറ്റ് ഇതൊക്കെ മറ്റുള്ളവർ ഉപയോഗിച്ച് എന്നുള്ളൊരു ഇതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മാറി വേറെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ അത് തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. വേണ്ട, സ്റ്റെയർ കേസിൻ്റെ സൈഡൊക്കെ കംപ്ലീറ്റ് വുഡ് വർക്കിലാണ് എല്ലാം ഫിനിഷ് ചെയ്തത്. 3ാമത്തെ ബെഡ്റൂം ഉണ്ട് താഴത്തെ നിലയില. എല്ലാ റൂമും കണ്ട, എല്ലാവരും 300-350 സ്ക്വയർ ഫീറ്റിന് മേളിലാണ്. അതിൻ്റെ കബോർഡ്, അതിൻ്റെ ബാത്റൂം എല്ലാം തേക്കാണ്ട്, വേറെ മരം തൊട്ടിട്ടില്ല. അത് എല്ലാവരും അത്രയും തടി തന്നെ ഈ വീടിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ ഓഫീസ് റൂം അല്ല, ഇത് നമുക്ക് നേരെ ഫ്രണ്ടിൽ നിന്നും കയറാം. ഇനി ഇതിൻ്റെ
വാഷ് കൗണ്ടർ ഏരിയ. ഇത് കണ്ട നല്ല സെറ്റപ്പ് ഒരു വാഷ് കൗണ്ടർ, കോമൺ ബാത്റൂം, അങ്ങനെ എല്ലാനും നല്ല ഗ്രാൻഡ്. ഇനി കിച്ചൺ കണ്ടോട്ടാ, ഈ വീടിന് 3 കിച്ചൺ ഉണ്ട്. ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ വരുന്നത്. കണ്ട മെയിൻ കിച്ചൻ്റെയൊക്കെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട. എല്ലാനും അവിടെ നിങ്ങൾ വെയിലടിക്കണ വെട്ടത്തിൻ്റെ ക്യാമറയിലോട്ട് അടിച്ചിട്ട് ബ്ലറാണ്. ഇതുണ്ടോ, ഇത് ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടോ? എല്ലാനും ഇപ്പോഴും പുത്തം പോലെ തന്നെ ഇരിക്കുന്നതാണ്, ഒരിതുമില്ല. ഇനി നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ കാണിച്ചു തരാൻ. സെക്കൻഡ് കിച്ചൺ വരുന്നത് എൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്റ്റോർ റൂം വേണ്ട, ഇനി വേറൊരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. ഇത് വേണ്ട, ഇതാണ് നിങ്ങൾ സെക്കൻഡ് കിച്ചൺ വരുന്നത്. എൻ്റെ ഇവിടെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ്, കാരണം അവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ കഴിക്കാനുള്ള ഒരു സെറ്റപ്പ്. ഇനി നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു കിച്ചൺ ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ ഒരു സ്റ്റോർ റൂം. ഇനി ഇതാണ് മൂന്നാമത്തത്. ഇവിടെയാണ് നമുക്ക് തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കണം. കണ്ട ഇതിന് കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വേണ്ട, ഇവിടെ തീ കത്തിക്കാനുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് ബാക്കിൽ ഇതൊക്കെ കിണർ കാര്യങ്ങൾ, വേസ്റ്റ് ഇടാനുള്ള കത്തിക്കാനുള്ള സെറ്റപ്പ്. ഇതേ ഒരു ഔട്ട് ഹൗസ്, ഇത് സർവൻറ്റിനുള്ള ഔട്ട് ഹൗസ് ഉണ്ടോ. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിനൊക്കെ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേക്കണാണ്. അതൊക്കെ ഇവിടെ ഇപ്പോൾ താമസമില്ലാത്ത കാരണമാണ്. ഉണ്ടോ, അവിടെ തെങ്ങ്, മാവ്, പ്ലാവ് എല്ലാം നിൽപ്പുണ്ട്. ഉണ്ടോ, സ്റ്റെയർ കേസിന് മുകളിലത്തെ കാഴ്ചകളാണ്. സ്റ്റെയർ കേസ് ഉണ്ടാക്കുക. സ്റ്റെയർ കേസിൻ്റെയൊക്കെ പോളിഷിങ് പോലും ഇപ്പോഴും പോയിട്ടില്ല, കാരണം അദ്ദേഹം തടിയാണ് മൊത്തം. കാരണം ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയും ആൾക്കാരില്ലേ. നിങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല റിസോർട്ടായിട്ടൊക്കെ, ഹെറിറ്റേജ് റിസോർട്ടായിട്ടൊക്കെ മാറ്റാൻ പറ്റിയൊരു വീടാണ്. കാരണം 6500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. കണ്ടോ ഹാളിൻ്റെയൊക്കെ വലിപ്പം കണ്ട, 6500 സ്ക്വയർ ഫീറ്റ് വീടാണിത്. 25 സെൻറ്റ് സ്ഥലം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിപ്പാട് ജംഗ്ഷനിൽ തന്നെ ഉണ്ട് ഈ വീട്. ഞാനിപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ ഒരു ഫ്ലോട്ട്, ആ ഫ്ലോട്ട് കഴിഞ്ഞാൽ ഹൈവേ ആണ്, ആറുവരിപ്പാത പുതിയത്. എന്നത് ഇവിടെ നോക്കിക്കഴിയുമ്പോൾ കാണാം നമുക്ക് വണ്ടി പോണതൊക്കെ. ആ മൂലക്ക് നിന്നാലും കാണാം വണ്ടിയെല്ലാം പോണത്. അത് നമ്മുടെ ഔട്ട് ഹൗസിൻ്റെ ഷീറ്റാണ് കാണുന്നത്. വേണ്ടത് നേരെ കാണുന്നത് കേട്ടോ, വണ്ടി ഓടണണ്ട. ആ ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ആൾക്കാരൊക്കെ പോകണ്ട, വണ്ടിയും ഇത് കാര്യങ്ങളൊക്കെ പോണത് കാണാം. നേരെ ഈ ഫ്ലോട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് ഹൈവേ ആണ് ഈ കാണുന്നത്. കണ്ടോ ലോറിയൊക്കെ പോകണത് കണ്ടില്ലേ. അപ്പോൾ മെയിൻ ഹൈവേ, KSRTC സ്റ്റാൻഡിലോട്ടൊക്കെ നടക്കാവുന്ന ദൂരമുള്ളൂ, 100 മീറ്റർ ആയിട്ടുള്ളൂ KSRTC സ്റ്റാൻഡ്. അപ്പോൾ എല്ലാം കൊണ്ടും സെറ്റായിട്ടുള്ളൊരു പോഷ് ഏരിയ. ഈ ഏരിയയിലൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ തൊട്ടപ്പുറത്ത് ആ ഫ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്കാനിട്ടേക്കണം 35 ലക്ഷം രൂപയാണ്. ഇതിന് പക്ഷേ 35 ചോദിക്കണം കേട്ടോ. ഇതിലെല്ലാം കൂടി അവർ ചോദിക്കണത് 8.5 CR. കാരണം കണ്ടില്ലേ എല്ലാ റൂമിൻ്റെ കബോർഡും കാര്യങ്ങളും തടിപ്പണിയൊക്കെ ഉണ്ടല്ലേ. 6500 സ്ക്വയർ ഫീറ്റാണ്, അധികം പഴക്കവും ഇല്ലാത്ത. കോടികൾ മുടക്കി പണിതൊരു വീട്, അത് ലക്ഷറി സെറ്റപ്പാണ്. ഒരു പോളിഷിങ്, ഒരു പോറൽ പോലും ഇപ്പോഴും തടിക്കുന്നു. കാരണം അധികം ഉപയോഗിച്ചിട്ടില്ല. ഇത് പുതിയ വീടാണ്, അധികം പഴക്കമില്ലാത്ത വീടാന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം അവർ വെളിയിലായതുകൊണ്ടേ എൻ്റെ ബാത്റൂമൊക്കെ ഉണ്ടല്ലേ, എല്ലാം നല്ല വലിയ ബാത്റൂം, ഒന്നും ചെറിയ സെറ്റപ്പൊന്നുമില്ല. ഇനി ഒരു ബെഡ്റൂമും കൂടി നമുക്ക് കാണാനുണ്ട്. എന്താ ഒന്നല്ല 2 എണ്ണം കാണാനുണ്ട്. ഇനി ഇവിടെയും കബോർഡ് കാര്യങ്ങൾ, തടിപ്പണിക്ക് ഒരു കുറവില്ല ഇവിടെ. അത്രയും തടിപ്പണിയും കാര്യങ്ങൾ. ഇത് കണ്ടത് ഇതും ഒരു വലിയ റൂമാണ്. ഇതിന് ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉള്ള റൂമാണിത്. സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്. ഇത് കണ്ടത് അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ. ഡ്രസ്സിങ് ഏരിയയാണ് എല്ലാത്തിനും, എല്ലാ റൂമിനും ഡ്രസ്സിങ് കബോർഡ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. 3 ഗ്ലാസ്സൊക്കെ ഇട്ടേക്കണം. ഇതുണ്ട് ഇവിടെ മിറർ വേറെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ല ലക്ഷറി സെറ്റപ്പാണ് വീട്. വീട്ടിലൊന്നും ചെയ്യാനില്ലാണ്ട് അതിൻ്റെ ബാത്റൂം, എല്ലാവർക്കും നല്ല പ്രൈവസിയും കാര്യങ്ങളെല്ലാം കിട്ടും. എന്നത് ഇവിടെ അതിൻ്റെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും കംപ്ലീറ്റ് തടിയാണ് കേട്ടോ. അതിൽ ഇരിക്കാനുള്ള ചാരുപടിയും കാര്യങ്ങളെല്ലാം തടിയാണ്. ഇവിടെ ഉള്ള 8 to Z സാധനം തേക്കാണ്. തടിപ്പണി തന്നെ നല്ലൊരു പണിയുണ്ട്. അത് തന്നെ 1 കോടിക്ക് മേളിൽ പോകുന്നുണ്ട്. ഇതേ അടുത്ത ബാൽക്കണി
മെയിൻ ബാൽക്കണി, അതിൻ്റെ ഓപ്പൺ ഏരിയ. ഇത് മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂം. 6 ബെഡ്റൂം, ഓഫീസ് റൂം അടക്കം 7 റൂമെന്ന് പറയാം. അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ. എന്താ ഇതൊക്കെ ഇപ്പോഴും നല്ല ഗ്രാൻഡായിട്ട് തന്നെ സൂക്ഷിക്കണേ. അവിടെ വലിയൊരു ഗ്ലാസും കാര്യങ്ങളൊക്കെ, ഫുൾ സൈസ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അതിൻ്റെ ബാത്റൂം. അപ്പോൾ ഇത്രയും സെറ്റപ്പൊക്കെ ഉള്ളൊരു വീടാണ്. ഞാൻ നിങ്ങളെ റോഡ് കാണിച്ചു തരാം കേട്ടോ. കാരണം ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് കാണാൻ പറ്റും. ഇത് കണ്ടോ നിങ്ങൾ? കേട്ടോ, എൻ്റെ സിറ്റ് ഔട്ടിൽ നോക്കുമ്പോൾ കണ്ടോ വണ്ടി പോകണുണ്ടോ? നേരെ തന്നെ നേരെ കാണുന്ന ഹൈവേയാണ് കാണുന്നത്. ഹരിപ്പാട് ജംഗ്ഷനാണ് കാണുന്നത്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.